ഇത് ചേച്ചി കുടിക്ക്, മനസ്സൊന്ന് തണുക്കട്ടെ. എന്റെ മനസ്സ് അങ്ങനെയൊന്നും തണുക്കില്ല. തുളസിയുടെ സർവനാശം പൂർണ്ണമാവുന്നതുവരെ ദുർഗ ഇങ്ങനെ തന്നെ ഇരിക്കും. ശ്രീഹരിയും തുളസിയുമായുള്ള വിവാഹം നടന്നു കഴിഞ്ഞാ പിന്നെന്തിനാ തുളസിയെ പേടിക്കുന്നത്? അവളെ ആർക്കാ പേടി? അറപ്പ് മാത്രമേ ഉള്ളൂ എനിക്ക് അവളോട്. പ്രസാദ് സാറിന്റെ മനസ്സിലും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഉണ്ട്. തുളസിയെ വെറുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന പ്രസാദേട്ടനിപ്പോ തുളസിയെ സ്നേഹിക്കാൻ തുടങ്ങിയതുപോലെയുണ്ട്. ഇതെല്ലാം ആ പ്രിയയുടെയും ജയന്റെയും തന്ത്രങ്ങളായിരിക്കും. ആരുടെ തന്ത്രമായാലും അതെല്ലാം താമസിയാതെ ഞാൻ അവസാനിപ്പിക്കും. ഗായത്രി ടീച്ചറാ. ചേച്ചി ഫോൺ എടുക്ക്. എന്തെങ്കിലും സംശയം തോന്നിയിട്ട് വിളിക്കുന്നതായിരിക്കും. എന്ത് സംശയം? ചേച്ചി ധൈര്യമായിട്ട് ഫോൺ എടുക്ക്. ഹലോ ചേച്ചി, തിരക്കിലാണോ? അങ്ങനെ ചോദിച്ചാ എനിക്ക് അത്യാവശ്യമായിട്ട് ചേച്ചി ഒന്ന് കാണാമായിരുന്നു. വൈകിട്ട് മതിയോ? ആ മതി. എന്തിനായിരിക്കും എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ? തുളസിയുടെ വിവാഹകാര്യം പറയാനായിരിക്കും. ഇനിയിപ്പോ എന്ത് കള്ളം പറഞ്ഞാ ഞാൻ അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നത്? എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിന്നല്ലേ പറ്റൂ. ആ കാട്ടുതുളസിയെ കത്തിച്ച് കളയുന്നവരെ എന്തെങ്കിലും കളവ് പറഞ്ഞു പിടിച്ചു നിന്നേ പറ്റൂ. May I come in, sir? Yes. എന്താ ഉല്ലാസ്? സർ, സ്വീറ്റ്സ്. എന്താ വിശേഷിച്ച്? എന്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമുണ്ടായി സർ. എനിക്കൊരു മകൾ ജനിച്ചു. ആഹാ, കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. നല്ല വിശേഷമാണല്ലോ. ഉല്ലാസിന് 2 ആൺകുട്ടികളായിരുന്നു. അതെ സർ. ഒരു മകൾ ഉണ്ടാകണമെന്നത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സർ. അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥനയും വഴിപാടുകളും നടത്തി. ഇപ്പോഴാ ആ മഹാഭാഗ്യം ഞങ്ങൾക്കുണ്ടായത്. അതെ, പെൺകുട്ടികൾ മഹാഭാഗ്യമാണ്. അവരാ ഓരോ വീടിന്റെയും ഐശ്വര്യം. അവരിലൂടെയാ ഈ ലോകം തന്നെ നിലനിൽക്കുന്നത്. സത്യമാണ് സർ. സ്നേഹത്തിന്റെ കാര്യത്തിലും ഇഷ്ടത്തിന്റെ കാര്യത്തിലും നമ്മളോട് അവർ ചേർന്ന് നിൽക്കും. ഒരേ സമയം അവർ നമുക്ക് അമ്മയും സഹോദരിയും കൂട്ടുകാരിയുമാവും. എനിക്കെന്റെ മോളെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് സർ. അതേടോ, ചെറുപ്പം മുതലേ അതൊക്കെ അനുഭവിക്കണം. കരിവുകളൊക്കെ കയ്യിലിട്ടുണ്ട്, കൺമഷി കൊണ്ട് കണ്ണെഴുതി, പട്ടുപാവാട കൊടുത്ത് അച്ഛന്റെ വിരൽ തുമ്പിൽ പിടിച്ച് ഈ നാട് കാണുന്ന പെൺകുട്ടികൾ. അവരുടെ ഹീറോ അച്ഛനാ. നമുക്ക് സ്വപ്നം കാണാൻ കഴിവ് നൽകുന്നതും അവരാ. അവരിലൂടെയാ നമ്മുടെ ലോകം പിന്നെ വളരുന്നത്. സാറ് ഇമോഷണൽ ആയല്ലോ. സുനിൽ, ഉല്ലാസിനൊരു പെൺകുട്ടി ജനിച്ചു കേട്ടോ. ഓ, അതും കൊടുത്തേക്ക്. പിന്നെ എല്ലാവർക്കും കൊടുത്തേക്ക്. ശരി സാർ. പറഞ്ഞു കൊടുക്കണേ. താൻ പറഞ്ഞ് ശരിയാടോ. പെൺമക്കളുടെ കാര്യത്തിൽ എല്ലാ അച്ഛന്മാരും ഇമോഷനില്ല. കാരണം അവരുടെ ജീവനാ പെൺമക്കൾ. സാറിനും പെൺകുട്ടി ജനിക്കണമെന്നായിരുന്നു ആഗ്രഹമല്ലേ? അതൊക്കെ ദൈവത്തിന്റെ തീരുമാനങ്ങളല്ലേ. ചിലർക്ക് ചിലത് കയ്യെത്തും ദൂരത്തുണ്ടെങ്കിലും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. ചിലർക്കാവട്ടെ അത് കയ്യിൽ കിട്ടിയതിന്റെ മൂല്യം അറിയാനും പാടില്ല. ഞാനൊരു ദിവസം പാർട്ടി വയ്ക്കുന്നുണ്ട്. സാറിനെ ഇൻവൈറ്റ് ചെയ്യും. സാറ് വരണം. തീർച്ചയായും. എന്നാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ശരി സാർ.
എന്താടോ? പ്രസാദേട്ടാ, മിനിസ്റ്റർ ഗായത്രിയുടെ കോൾ ഉണ്ടായിരുന്നു. എന്നോട് അങ്ങോട്ടൊന്ന് ചെല്ലാമോന്ന് ചോദിച്ചു. എന്താ കാര്യം പറഞ്ഞോ? അതൊന്നും പറഞ്ഞില്ല. നമ്മളും ഗായത്രി ടീച്ചറെ ഒന്ന് കാണണമെന്ന് കരുതി ഇരിക്കുകയല്ലായിരുന്നോ? ഞാനൊന്ന് പോയിട്ട് വരാം. എന്നാ പോയിട്ട് വാ. ശരി. നിന്നെ നിനക്ക് തമാശ കളിക്കാൻ പറ്റും. ജയ, ഒരു മിനിറ്റ്. ഇതെന്താ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ? ഇത് മോൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്വീറ്റ്സ്, പിന്നെ ഒരു നെക്ലസ്, കുറച്ച് ഡ്രസ്സ്. അവളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ ജയ. അതുകൊണ്ട് കണ്ണിൽ കണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചു. അല്ലെങ്കിലും തുളസി മോളെ സ്വന്തം മോളെ പോലല്ലേ പ്രസ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്നത്? അല്ല, ഞാനിപ്പോ പോലെയല്ലല്ലോ. കുഞ്ഞുനാൾ മുതലേ അവളെന്റെ കൂടെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിളിച്ചോണത്തി വിവാഹപ്രായത്തിൽ ഒരു പെൺകുട്ടിയെ കാണിച്ച് ഇത് നിങ്ങളുടെ മകളാന്ന് പറയുമ്പോ ഉണ്ടാവുന്നൊരു ടെൻഷനും പരിഭ്രമവും ഒക്കെ ഒന്ന് വേറെ തന്നെ ചെയ്യാൻ. എല്ലാം അറിയാം, എനിക്ക് മനസ്സിലാവും. അവളെവിടെ? അകത്തുണ്ട്. ജയ, ഒരു കാര്യം ചെയ്യും. ജയനിത് അവൾക്ക് കൊണ്ടുപോയി കൊടുക്ക. ഞാൻ വാങ്ങിച്ചാണെന്ന് പറഞ്ഞാൽ അവള് സംശയിക്കും. അതുകൊണ്ട് എല്ലാം ജയം വാങ്ങിച്ചാണെന്ന് പറഞ്ഞാൽ മതി. അതുകൊള്ളാം. ഞാനിവിടെ ഉള്ള കാര്യം അവൾക്ക് അറിയാവുന്നതല്ലേ. പെട്ടെന്ന് ഞാൻ പുറത്തുപോയി ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നു അറിഞ്ഞാൽ അപ്പോഴല്ലേ അവള് സംശയിക്കുക. പിന്നെ എങ്ങനെ ഇത് മോൾക്ക് കൊടുക്കുക? ഇപ്പോഴിതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതുവരെ ഇത്രയൊന്നും അവൾക്ക് വാങ്ങിച്ചിട്ടില്ലല്ലോ. പിന്നില്ലാതെ എന്തെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അമ്മാവൻ എന്നുള്ള സ്ഥാനത്ത് നിന്നുണ്ടല്ലേ. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ സമ്മാനമായിരിക്കില്ലേ ഇത്? അങ്ങനെയാണെങ്കിൽ പ്രസ തന്നെ ഇത് തുളസി മോൾക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നതാവും നല്ലത്. അത് ഞാൻ എന്തിനാ മടിക്കുന്നത്? സ്വന്തം മോളല്ലേ. അതെ, പക്ഷേ ഒന്നുമില്ല, ധൈര്യമായിട്ട് ചെല്ല. അല്ല, പതിവില്ലാതെ എന്താ ഈ നെക്ലസും ഡ്രസ്സും ഒക്കെ ചോദിച്ചാ? അച്ഛൻ മകൾക്ക് തരുന്ന സമ്മാനമാണെന്ന് പറയണം. അങ്ങനെ പറയാൻ പറ്റും. എന്തായാലും ഈ സത്യം അവൾ അറിയേണ്ടതല്ലേ. അതെ, എന്നാലും ഇങ്ങനെ തുറന്നു പറയാനുള്ളൊരു മനസ്സ് ഇപ്പോഴും പാകപ്പെട്ടിട്ടില്ല. പറയാനുള്ളതെല്ലാം കഴിയുന്നത് വേഗം പറയുക. വൈകും തോറും കാര്യങ്ങൾക്ക് വിശ്വാസ്യത കുറയും. ഇത് കുറച്ചു നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ എന്നൊരു ചോദ്യത്തിന് അവസരം കൊടുക്കേണ്ടതുണ്ടോ? ഇതറിയുമ്പോഴേ അവളുടെ മോളുടെ റിയാക്ഷൻ എന്തായിരിക്കും?
എന്നെ അച്ഛനായിട്ട് അംഗീകരിക്കുക എന്നുള്ളതിലല്ല. ഇത്രയും കാലം സ്വന്തം മകളെ പോലെ വളർത്തിയ ജയനെയും പ്രിയൊക്കെ നിഷേധിക്കാൻ അവളെ കൊണ്ട് പറ്റൂ? ഞാൻ എന്തായാലും അവളൊന്ന് കാണാല്ലേ? ഞാൻ അവളെ ചെല്ല. എടി, നീ എവിടെയുള്ളേന്ന് പറഞ്ഞാ ഞാൻ അങ്ങോട്ട് വരാം. ആ അതെയോ? ഉഫ്, നീ ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിക്കടി. ആ അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്. എന്റെ അവസ്ഥ നിനക്ക് മനസ്സിലാവാത്തോണ്ടാ. അല്ലെങ്കിലും 2 വഞ്ചിയിൽ കാലുവെച്ച് തുഴയുന്നവളല്ല ഞാൻ. ആ എന്തൊക്കെ ഇതൊക്കെ നിനക്കുള്ളതാ. എനിക്കോ? ആ, ഇത് കുറച്ച് സ്വീറ്റ്സ്, ചോക്ലേറ്റ്. എന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ്. അത് അറിയാവുന്നുണ്ടല്ലേ മാമ വാങ്ങിച്ചത്. പണ്ടൊക്കെ മാമൻ എന്നെ കാണാൻ വരുമ്പോ ഇത് കൊണ്ടുവരാറുണ്ടായിരുന്നു. ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ മാമനല്ലടി, അച്ഛനാ. അല്ല, ഇന്നെന്താ പ്രത്യേകത? ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണോ? നിനക്കൊരു ചോക്ലേറ്റ് വാങ്ങിക്കാൻ ഒരു കാരണത്തിന്റെ ആവശ്യമുണ്ടോ എനിക്ക്? അതില്ല. ഇതെന്തൊക്കെയാ കവറില്? ഹായ്, ഇത് അമ്മയ്ക്കായിരിക്കും അല്ലേ? മാമന്റെ പ്രിയപ്പെട്ട അനിയത്തിക്ക്. അല്ല, പിന്നെ അനിയത്തിയുടെ മകൾക്ക്. എന്നുവെച്ചാ? ഇടി നിനക്ക് തന്നെയാടി അടക്ക കുരുവി. എനിക്കോ? ആ, മാമന് എന്താ പറ്റിയേ? ഇത് മാത്രമൊന്നുമല്ല, ഇതൊക്കെ നിനക്കാ. ഇതൊക്കെ എനിക്കോ? പിന്നല്ലാതെ. ഈശ്വര, ഞാനിത് എന്തൊക്കെയായി കാണുന്നേ? സത്യം പറ, ഇതൊക്കെ എന്തിനു വേണ്ടിയുള്ള കൈക്കൂലിയാ? ഇത് കൈക്കൂലിയൊന്നുമല്ല. നിനക്ക് ഞാൻ കുറെ കാലമായിട്ടൊന്നും വാങ്ങിച്ചു തരാറില്ലല്ലോ. അതിന്റെ കടം തീർത്താ. ഓ, അത് ശരി. പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ ഈ നെക്ലസ് ഒന്ന് കഴുത്തിലിട്ടെ, അച്ഛനൊന്ന് കാണട്ടെ. അച്ഛനോ? അത് സോറി, ഞാൻ അറിയാതെ. അറിയാതെ പറഞ്ഞു. പക്ഷേ ജയശീലൻ സാറ് കേൾക്കണ്ട. മാമനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ സ്ഥാനം അബദ്ധത്തിൽ പോലും മറ്റൊരാൾ തട്ടിയെടുക്കുന്നത് എന്റെ അച്ഛന് ഇഷ്ടമല്ല. അതെനിക്കറിയാം. നീ ഇതൊന്നിട്ട്. ഇതെന്താ കൊറേ നേരം ആയല്ലോ? എന്തോ ചേട്ടാ? അവിടെ അച്ഛനും മോളും തമ്മിലുള്ള സ്നേഹം പങ്കുവെക്കില്ല. സ്നേഹം പങ്കുവെക്കലോ? നോക്കാം. പ്രസാദേട്ടൻ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, കൈ നിറയെ തുളസി മോൾക്ക് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങളുമായിട്ടാ പ്രസ വന്നിട്ടുള്ളത്. അവരച്ഛനും മകളോടെന്നുള്ള സത്യം തുളസി മോളോട് പറഞ്ഞു? ഇതുവരെ പറഞ്ഞിട്ടില്ല. പ്രസ പറയോ നോക്കാം. ഈശ്വര, തുളസി മോൾക്ക് ആ സത്യം ഉൾക്കൊള്ളാനുള്ള കരുത്തുണ്ടായാൽ മതി. കൊള്ളാമോ മാമ? നന്നായിട്ടുണ്ട്.
എന്റെ മോൾക്കിത് ചേരുന്നുണ്ട്. നിനക്ക് ഇനി എല്ലാം വാങ്ങിച്ചു തരുന്നുണ്ട്. ആ എന്നിട്ട് വേണം ആദ്യം എന്നോട് അസൂയ തോന്നാൻ. വേണ്ട മാമ, അവൻ മാമന്റെ മോനല്ലേ. അവനോടുള്ള അത്രയും സ്നേഹം മരുമകളായി എന്നോട് കാണിക്കണ്ട. അവനതൊന്നും ഇഷ്ടപ്പെടില്ല. അവൻ നീ എന്റെ മോള്. ഇപ്പൊ മനസ്സിൽ എന്തോ പറഞ്ഞല്ലോ. ആ പറഞ്ഞു, നീയും എന്റെ മോളാന്ന്. ആ പറയുന്ന കേൾക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷേ ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. എങ്ങനെ ഈശ്വര ഞാനിവളോട് സത്യം തുറന്നു പറയുന്നു? ഇതെന്താ രണ്ടുപേരും ഒളിച്ചു നിൽക്കുന്നേ? ഇതെന്താ? എന്തോ ഒരു കള്ളത്തിനുണ്ടല്ലോ. നിങ്ങൾ അച്ഛനും മോള് സംസാരിക്കുന്നിടത്ത് ഞങ്ങൾക്കെന്ത് കാര്യം? നിങ്ങൾക്കൊക്കെ ഇതെന്താ പറ്റിയത്? നേരത്തെ നെക്ലസ് എന്നിട്ട് മാമൻ പറഞ്ഞു ഇതൊന്ന് കഴുത്തിലിട്ട് അച്ഛൻ കാണട്ടെ എന്ന്. ഇപ്പതേ അച്ഛൻ പറയുന്നു നിങ്ങൾ അച്ഛനും മോള് സംസാരിക്കുന്നിടത്ത് ഞങ്ങൾക്ക് എന്ത് കാര്യം? അത് പിന്നെ ഞാൻ അറിയാതെ. ആ അറിയാതെ പോലെ അങ്ങനെയൊന്നും പറയുന്ന ആളല്ലല്ലോ അച്ഛൻ. ഇനി അറിഞ്ഞുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. നീയും മാമനും അച്ഛനും മകളും പോലെ തന്നെയാ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അല്ലേ? എന്നാലേ ഈ അച്ഛൻ മകൾക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് കണ്ടോ? എന്താ? നെക്ലേസ്, ചോക്ലേറ്റ്സ്, ഒരു ഡ്രസ്. ഇതെങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എന്നാലേ എല്ലാം സേഫായിട്ട് എടുത്തു വെക്കടി. ഞാൻ പിന്നെ വരാം. ഏട്ടൻ പോവാണോ? ഞാൻ ഇനി വരുമല്ലോ. ഒരു ചായ പോലും കുടിക്കാതെ? പിന്നെ ആവട്ടെ. ശരി. പ്രസാദേട്ടാ, ഭഗവാനെ, ദൈവങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോ എന്റെ മനസ്സിൽ ഇന്നൊരു ചോദ്യം വന്നു. പ്രസാദേട്ടന് ഏറ്റവും പ്രിയപ്പെട്ടത് ആരായിരിക്കും ഈ ലോകത്ത്? അത് വേണ്ട, അതിനുള്ള ഉത്തരം എനിക്കിപ്പൊ തന്നെ കിട്ടി. പ്രിയേ. പ്രിയയാണ് പ്രസാദേട്ടന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അത് തെറ്റൊന്നുമല്ല. കൂടപ്പിറപ്പുകളോട് സ്നേഹം തോന്നുന്നത് സാധാരണമാണ്. ചിലർക്കത് ചെറുപ്പകാലത്ത് മാത്രമായിരിക്കും, മറ്റു ചിലർക്ക് ജീവിതകാലം മുഴുവനും. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സംസാരം? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞു പറയരുത്. അത് പറയാനാ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. പ്രസാദേട്ടൻ ഇത്രമാത്രം സ്നേഹിക്കുന്ന പ്രിയയ്ക്ക് ഒരാപത്ത് വന്നാ പ്രസാദേട്ടൻ അത് സഹിക്കാൻ പറ്റുമോ? ആദിത്യനും തുളസിയും തമ്മിൽ വിവാഹിതരായാൽ തുളസിയുടെ അമ്മ മരിക്കുമെന്ന് രാജവർമ്മ പറഞ്ഞത് പ്രസാദേട്ടൻ മറന്നുപോയോ? ആദിത്യനും തുളസിയും വിവാഹിതരായ തുളസിയുടെ മാതാവിന് അകാല മൃത്യു ഉണ്ടാവുമെന്ന തിരുമേനി പറഞ്ഞത്. ആ അപകടം തന്നിലേക്ക് വന്നെത്തുന്നത്.